ഹലോ, ബൈജൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാസോ കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വിഷയം. സാസോ കോഴിക്കുഞ്ഞുങ്ങളുടെ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിരുന്ന വീഡിയോസ് ഞാൻ പറഞ്ഞിരുന്നു സാസോ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ബെറ്റർ ആയിട്ടുണ്ട്. അതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്ന കഫക്കെട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അസുഖങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു മരുന്ന് പ്രതിവിധിയായിട്ടൊരു പുള്ളി എനിക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ഫംഗസ് അണുബാധയാണ് എന്ന് പറഞ്ഞ് എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ മരുന്നിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ കിട്ടി. അങ്ങനെ ഞാൻ ആ മരുന്ന് മേടിച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും ആ കഫക്കെട്ടും തുമ്മലും ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഉഷാറാണ് എല്ലാവരും. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, നിങ്ങൾക്കെല്ലാം നല്ല ഉഷാറായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ആ അസുഖം മാറി. അപ്പോൾ അത് ആകെ ഇടങ്ങേറായിട്ടിരിക്കണായിരുന്നു. ഇപ്പോൾ ഞാനത് നിർത്തി സാസോ നിർത്താനുള്ള പരിപാടിയിൽ അങ്ങനെ നിൽക്കണമായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇത് കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ 50 കുഞ്ഞിനെ എടുത്ത് കഴിഞ്ഞാൽ 25 കിട്ടുന്നുള്ളൂ. നമ്മുടെ മുടക്ക് കാശ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭമില്ല. നമ്മൾ അധ്വാനിക്കുന്നത് വെറുതെയാണ്. 2-3 മാസം നമ്മളിതിൻ്റെ പിന്നാലെ നടന്ന് അതിന് വേണ്ടി ഭക്ഷണമൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുത്തൊക്കെ വന്നിട്ടും ഇതിന് നമുക്ക് പ്രോഫിറ്റ് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ അധ്വാനം വെറുതെ അല്ലേ. ജോലി കൂടി കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെയാണ് നമ്മൾ ഇതിനു വേണ്ടി ഞാനങ്ങനെയൊക്കെയാണ് ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞിട്ടും ഉള്ള സമയത്തും കാലത്ത് പോകുന്നതിന് മുമ്പൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ടും നമുക്ക് അതിനകത്തൊന്നും പ്രോഫിറ്റ് ഒന്നും കിട്ടില്ലെങ്കിൽ അതിനോടുള്ളൊരു ഇൻട്രസ്റ്റിങ് തന്നെ ഇല്ലാതായി പോകും. അപ്പോൾ അങ്ങനെ ഞാൻ അതുകൊണ്ടാണ് നിർത്തണം എന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു എൻ്റെ ഒരു യൂട്യൂബിൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടൊരു പുള്ളി എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഫംഗസ് അണുബാധയാണ്. അപ്പോൾ അതിനുള്ള മരുന്ന് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം. അതിൻ്റെയാണ് നിങ്ങളുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ള അസുഖം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ അതിനെക്കുറിച്ച് പുള്ളിനോട് തന്നെ ഒരു കമൻറ്റ് ഞാൻ ചോദിച്ചിരുന്നു, എന്താണ് അതിന് പ്രതിവിധി എന്ന് വെച്ചിട്ട്. പിന്നെ പുള്ളി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാനത് ആ പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ പുള്ളി ഒരു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിഷയം കിട്ടുമെന്നല്ല. അപ്പോൾ ഞാനതിൽ പിടിച്ച് അത് അന്വേഷിച്ച് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അതിനുള്ള സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ചെറിയൊരു ഡീറ്റെയിൽ കിട്ടി. അപ്പോൾ അതിന് ഉള്ള മരുന്നും കണ്ടെത്തി, മരുന്നും കിട്ടി. മരുന്നും ഒക്കെ കൊടുത്ത് മരുന്ന് കിട്ടുകയും ചെയ്തു, മരുന്ന് കൊടുക്കുകയും ചെയ്തു. കൊടുത്ത് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പഴയതുപോലെ ഉഷാറായി. എന്നാലും അവരുടെ 3 മാസം കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ് അതൊക്കെ. 3 മാസം കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളുടെ അത്ര അങ്ങോട്ട് ഉഷാറല്ല എല്ലാവരും. അപ്പോൾ ഈ സാധാരണ എൻ്റെ ഈ 3 മാസം ഇതിനു മുമ്പ് ഒക്കെ ഉണ്ടായിരുന്ന പകുതി കോഴിക്കുഞ്ഞിനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ പോലും 3 മാസം കഴിഞ്ഞിട്ടും
3 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഏകദേശം 2 കിലോ 2.5 കിലോ ഒക്കെ തൂക്കും. പക്ഷേ ഇപ്പം അത്രയും തൂക്കുമല്ലോ കേട്ടോ. ഈ കോഴിക്ക് ഇപ്പം ഇതേപോലെ രോഗമുള്ള അസുഖങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ വന്നത് കാരണം കോഴിക്ക് അധികം തൂക്കൂല. ഇപ്പം 3 മാസം കഴിഞ്ഞെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു ഞാനെടുത്ത് പൊക്കി നോക്കി ഞാൻ കഴിഞ്ഞ കുറച്ച് മുമ്പ് ഈ വീഡിയോ തന്നെ ഇതിൻ്റെ വീഡിയോ കാണിക്കണതിൻ്റെ ഇടയിൽ തന്നെ എന്നെ പൊക്കി നോക്കണ ഞാൻ വീഡിയോയിലുണ്ട്. അപ്പോൾ അത് പൊക്കി നോക്കിയപ്പോഴേക്കും എനിക്ക് തോന്നണേ പിടിച്ചൊക്കെ പൊക്കി നോക്കിയപ്പോൾ 2 കിലോ താഴെയൊക്കെ ഉണ്ട്. 2 കിലോ 1.700 1.600 ഒക്കെ ഉണ്ടെന്ന് തോന്നണം. എൻ്റെ അടുത്ത് 900 ഉണ്ടാന്നുള്ളത് അറിയില്ല. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ചിലതൊക്കെ. എന്നാലും 2 കിലോ മേലം വന്നാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചമുള്ളൂ. 2 കിലോയെങ്കിലും തൂക്കം കിട്ടണം. ഇനി 10-16 പേരുള്ളൊരു 2 കിലോ തൂക്കം കിട്ടിക്കഴിഞ്ഞാലൊരു 32 കിലോ 34 കിലോ തൂക്കം 34 കിലോ ഉണ്ടാവും. 34 കിലോ വലിയ തെറ്റില്ലാത്തൊരു പൈസ അതിനകത്ത് കിട്ടും. ലാഭമല്ല, ഇങ്ങനെ വളർത്തിയതിൻ്റെയും കുഞ്ഞുങ്ങളെടുത്തതിൻ്റെയും വളർത്തിയതിൻ്റെയൊക്കെ പൈസ ഏകദേശമൊക്കെ ഒത്തുപോകും. നഷ്ടം വരില്ല. അധ്വാനിച്ചതിൻ്റെ ഒരു ഇതില്ലാതെ പോകും. അല്ലാതെ വേറെ ലാഭമൊന്നും ഉണ്ടാവില്ല. ചത്തുപോയതാണ് പറ്റിപ്പോയത് കോഴി. ഇത് ഇപ്പം ആ മരുന്ന് കിട്ടി. അപ്പോൾ മരുന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ മരുന്നുണ്ടായിരുന്നു കയ്യിൽ നിന്നൊക്കെ കുത്തി തിന്നാണ്. ഇപ്പോൾ ഗോതമ്പ് കൊടുത്തു കഴിഞ്ഞാൽ പറയാൻ വേണ്ടി കിട്ടുന്നു. ഒരു നോട്ടൂല ഗോതമ്പ്. ഇപ്പോൾ നേരത്തെ കൈ കാണിച്ചിട്ടൊന്നും വന്നില്ല. അതിപ്പോൾ കയ്യിൽ കൊടുത്തപ്പോൾ കയ്യിൽ വന്ന് തിന്നു. ഒരാൾ വന്ന് തിന്നാൽ പിന്നെ എല്ലാവരും വരും. എല്ലാവരും വന്ന് തിന്നാണ്. ഇപ്പോൾ ഇതിൽ നേരത്തെ ഭയങ്കര അവശതയായിരുന്നു. അവശത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറു എന്ന് പറഞ്ഞാൽ ഒച്ചയൊക്കെ കേൾക്കും. ഇപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ കോഴിനൊക്കെ പിടിക്കുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇപ്പം ഞാൻ പിടിച്ച കോഴിക്ക് അങ്ങനെ ചില കോഴിക്കൊക്കെ വെയിറ്റ് ഉണ്ട്. ചില കോഴിയൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ ചില കോഴികളൊന്നും വെയിറ്റ് ഇത്തിരി കുറവാണ്. ഒരു വാലും കൂടി വന്നാലാണ് ഇത് റെഡി ആവുള്ളൂ. കോഴിക്ക് വലിയ കുഴപ്പമില്ല. മരുന്ന് കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഉഷാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മരുന്നിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. മരുന്ന് ഇപ്പോൾ ഇതിൻ്റെ വീഡിയോയിൽ തന്നെ അത് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ മരുന്ന് എന്ന് പറയുന്നത്. ഇതാണ് മരുന്ന്. ഇത് 1.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കൊടുക്കുക. കുടിക്കുന്ന വെള്ളത്തിൽ 1.5 മില്ലി കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗസ് കൊണ്ടുള്ള അണുബാധയ്ക്ക് ഒരു പ്രതിവിധിയാണ്. ഇത് കൊടുക്കാം. മെരിക്കിൻ എന്ന് പറഞ്ഞ മരുന്നാണ് കൊടുക്കാനായിട്ട്. അതും നല്ലതാണ്. മെരിക്കിൻ കൊള്ളാം, അതുപോലെ തന്നെ ഇതും കൊള്ളാം. ഈ മരുന്ന് നല്ല ബെറ്റർ മരുന്നാണ്. ഇത് കൊടുത്താൽ മതി. ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗസ് അണുബാധയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ മാറിക്കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.